3 കൊല്ലത്തിലധികമായി കഞ്ചാവ് ഉണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ റാപ്പർ വേടൻ സമ്മതിച്ചു. കേസിൽ വേടൻ രണ്ടാം പ്രതി. വേടൻ അടക്കം 9 പേർ പിടിയിലായത് കഞ്ചാവ് ഉപയോഗത്തിനിടെ എന്ന് FIR. പുലിപ്പല്ല് കൈമാറിയത് രഞ്ജിത്ത് എന്നയാളെന്നും വേടൻ മൊഴി കൊടുത്തു. പുലിപ്പല്ല് കെട്ടിയ മാല ഉപയോഗിച്ചതിന് വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിലുള്ള വേടനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോടനാട് നിന്ന് വിഷ്ണു സുരേഷ് ചേരും. അതുപോലെ ഈ കേസിലെ തുടർ നീക്കങ്ങൾ എന്താണെന്ന് അറിയാൻ കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനും ചേരുന്നുണ്ട്. ആദ്യം വിഷ്ണുവിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. വിഷ്ണു സുരേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ കാര്യത്തിൽ? SKN ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയാണ് വേടനെ വനംവകുപ്പ് കസ്റ്റഡിയിൽ വാങ്ങി ഈ കാണുന്ന മേക്കപ്പാല ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇതിനകത്താണ് വേടൻ ഉള്ളത്. ഇന്ന് ഉച്ച 12 മണിയോടുകൂടി വേടനെ പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ ഹാജരാക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. വേടനിൽ നിന്ന് ഇന്നലെ വിശദമായി ചോദ്യം ചെയ്യൽ നടത്തി അതിൽ നിന്ന് വിവരങ്ങളൊക്കെ വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ഈ പുലിമാല അല്ലെങ്കിൽ പുലിപ്പല്ല് കെട്ടിയ മാല എവിടെ നിന്ന് ലഭിച്ചു എന്നതിൻ്റെ ഉത്തരം വേടൻ നൽകിയിട്ടുണ്ട്. അത് മലേഷ്യയിലുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ തനിക്ക് കൈമാറി 2024 ചെന്നൈയിൽ വെച്ച് കൈമാറി എന്നുള്ളതാണ് വേടൻ വനവകുപ്പിന് നൽകിയിരിക്കുന്ന മൊഴി. ജാമ്യമില്ലാ വകുപ്പ് അടക്കം ആണ് വേടനത് ചുമത്തിയിരിക്കുന്നത്. ഇനി കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയാനുള്ളത്. ഇന്നലെ രാത്രി മുഴുവൻ വേടൻ ഈ കാണുന്ന ഫോറസ്റ്റ് ഓഫീസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നു. അല്പസമയത്തിനകം ഒരു 10 മണിയോടുകൂടി ഇവിടുന്ന് കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും അവിടെ നിന്ന് നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകുക. ഇന്നലെ ഈ കഞ്ചാവ് പരിശോധനയുമായി ബന്ധപ്പെട്ട് അതിനിടയിലാണ് തൃപ്പൂണിത്തുറ SHOക്ക് വേടന്റെ കഴുത്തിലെ മാലയിൽ ചില സംശയങ്ങൾ തോന്നുകയും ആ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഓഫീസർമാരെ വിളിച്ചു വരുത്തുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഇത് ആനക്കൊമ്പ് കെട്ടിയ മാല എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വേടൻ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇത് തൻ്റെ ഒരു ആരാധകൻ ചെന്നൈയിൽ വെച്ച് നൽകിയതാണ്, ഇത് പുലിപ്പല്ലാണ് എന്ന് വേടൻ സ്ഥിരീകരിച്ചു. പ്രാഥമികമായി ഫോറസ്റ്റ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ പുലിപ്പല്ലാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഫോറസ്റ്റ് വിഭാഗം കേസെടുത്തത്. ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഹൈദരാബാദിൽ നിന്ന് വരേണ്ടിയിരിക്കുന്നു. അത് കുറച്ച് നാളുകൾ എടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ആ കേസ് അന്വേഷണവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അടുത്ത നടപടി രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ മലേഷ്യൻ സ്വദേശിയെ കണ്ടെത്തി അയാളിലേക്ക് അന്വേഷണം കൊണ്ടുപോകുക എന്നുള്ളതാണ്. അയാൾക്ക് ഈ പുലിപ്പല്ല് എവിടെ നിന്ന് ലഭിച്ചു എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്കൊക്കെ വനംവകുപ്പ് കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. SK വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വലിയ ജനസ്വാധീനമുള്ള ഒരു റാപ്പർ തന്നെയാണ് വേടൻ. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരിലൊക്കെ തന്നെ വല്ലാത്ത ഉത്കണ്ഠ ഈ അറസ്റ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ കൂടി ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. പറയൂ നിതിൻ. ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തരത്തിലൊരു ഫാൻ ബേസ് ഉള്ളൊരു റാപ്പർ കൂടിയാണ് വേടൻ. നമുക്കറിയാം 25-ാം വയസ്സിൽ ആദ്യ ആൽബം പുറത്തിറങ്ങിയ ശേഷം പിന്നീട് റാപ്പറിന് തിരഞ്ഞോക്കേണ്ടി വന്നിട്ടില്ല. ആ നിലയിലൊരു വലിയ സ്വാധീനം യുവാക്കൾക്കിടയിൽ റാപ്പറിനുണ്ടായിരുന്നു. പല വേദികളിലും ഇയാൾ ലഹരി ഉപയോഗത്തിനെതിരെ, രാസലഹരി ഉപയോഗത്തിനെതിരെയുള്ള സന്ദേശം എന്ന നിലയിൽ യുവാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങളുടെ അമ്മമാരും അപ്പമാരും എന്നെ വിളിച്ച് കരയുകയാണ്, അതുകൊണ്ട് തന്നെ ഇതൊന്നും ഉപയോഗിക്കരുതെന്ന സന്ദേശം പല വേദികളിലും റാപ്പർ നൽകിയിരുന്നു. അങ്ങനെ ഒരു റാപ്പറിന്റെ കയ്യിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു സംഘത്തിൽ നിന്നാണ് ഇന്നലെ പോലീസ് ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയത്. താരതമ്യേന കുറഞ്ഞ അളവാണെങ്കിൽ പോലും ഈ ലഹരിക്കെതിരെ ഒരു പ്രചരണം നടത്തുന്ന ഒരു റാപ്പറിന്റെ കൈവശം വെച്ചും പ്രത്യേകിച്ചും റാപ്പറിന്റെ സംഘത്തിൽ നിന്നും ഈ ഒരു ലഹരി കഞ്ചാവ് പിടികൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഗൗരവം തന്നെയാണ് ഇതിനെ കാണേണ്ടത്. എന്തായാലും ഇതിൽ ഇപ്പോൾ റാപ്പർ നൽകിയിരിക്കുന്ന മൊഴി താൻ 3 വർഷമായി ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു, പലപ്പോഴും ഇത് നിർത്തണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ സാധിച്ചില്ല എന്നാണ് റാപ്പർ കഴിഞ്ഞ ദിവസം പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും പോലീസ് ആ വിഷയത്തിൽ ഇപ്പോൾ ഇത് എവിടെ നിന്ന് ലഭിച്ചെന്ന അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ചാലക്കുടി സ്വദേശിയായ ആഷിഖിൽ നിന്നാണ് ഇത് ലഭിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് ലഭിച്ചിരിക്കുന്ന മൊഴി. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. ഇന്നലെ പോലീസ് ഫ്ളാറ്റിലെത്തുമ്പോൾ ആ മുറി നിറയെ പുകയും അതോടൊപ്പം തന്നെ രൂക്ഷ ഗന്ധവുമായിരുന്നു. കഞ്ചാവ് വലിക്കുന്നിടയിലാണ് പോലീസ് ഇവരെ പിടികൂടിയത്. അതുകൊണ്ട് തന്നെ ഈ കഞ്ചാവ് എവിടെ നിന്ന് ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളുള്ള അന്വേഷണമാണ് ഇനി പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ശക്തമായ നടപടിയായി മുന്നോട്ട് പോകും എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇത് 6 ഗ്രാം ആണെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ തന്നെ കഴിഞ്ഞ നാളുകളിൽ ഇവർക്ക് കൈമാറിയിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ഇവർ ഈ പ്രൈം സോഴ്സ് എവിടെ നിന്നാണ് തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും വേടനിൽ നിന്നും കഴിഞ്ഞ ദിവസം കഞ്ചാവ് പിടികൂടി. അതിനുശേഷം പിന്നീട് ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിയോടെയാണ് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പിന്നീട് വനംവകുപ്പിന് കൈമാറിയത്. SKN. താങ്ക് യു. സീന മുഹമ്മദ് ചോദിക്കുന്നു, വേടൻ്റെ കയ്യിൽ നിന്നും പിടിച്ച കഞ്ചാവിൻ്റെ അളവ് എന്ന് പറയുന്നത് സെൽഫ് യൂസ് അളവല്ലേ, അത് ലീഗലല്ലേ? സീന, തീർച്ചയായിട്ടും
പിടിച്ച കഞ്ചാവിൻ്റെ അളവ് വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ വേടൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വേടൻ്റെ ഈ മാലയിലെ പുലിപ്പല്ല് തന്നെയാണ്. അത് കുറച്ച് അപകടം പിടിച്ച കാര്യമാണ്.